ഹായ് നമസ്കാരം. ഇന്ന് D4 ന്യൂസ് സൺഡേ സ്റ്റോറിയുമായി എത്തിയിരിക്കുന്നത് കുറ്റിപ്പുറം പഞ്ചായത്തിലെ പേരശ്ശന്നൂരിൽ ഹിൽ ടോപ്പ് കോളനിയിലാണ്. അപ്പോൾ ഇവിടുത്തെ തെക്കേതിൽ വീട്ടിൽ സദാനന്ദന്റെ മകൻ യദുകൃഷ്ണനെ കാണാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. യദുകൃഷ്ണൻ വരച്ച ചിത്രങ്ങളും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം നമുക്ക്. ഈ കാണുന്നതെല്ലാം യദു വരച്ച ചിത്രങ്ങളാണ്. അപ്പൊ യദുവിന്റെ ചിത്രങ്ങളെ പറ്റിയും വിശേഷങ്ങളെ പറ്റിയൊക്കെ നമുക്ക് യദുവിനോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പൊ യദു ഇവിടെ നമുക്ക് D4 ന്യൂസിന് വേണ്ടി എന്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട്. അപ്പൊ ഇത് എത്ര നാളായി ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട്? ഞാനൊരു 5-6 വയസ്സ് മുതൽ തുടങ്ങിയാണ്. എങ്ങനെയാണ് ഈ ഒരു കല ഉള്ളിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത്? ഇപ്പൊ നമ്മള് എങ്ങനെയാ ഈ പെൻസിൽ നമ്മള് പേപ്പറിൽ വരയ്ക്കുമ്പോ എങ്ങനെ ഉണ്ടാവുക, അപ്പൊ അതേപോലെ ഇങ്ങനെ വരച്ചു നോക്കും. പല ചിത്രങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും, വരയ്ക്കാൻ പറ്റുമോ, കഴിവുണ്ടോ ഇല്ല, അങ്ങനെ മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട്. വീട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആദ്യം മുതലേ? വീട്ടുകാരും എപ്പോഴും സപ്പോർട്ട് തന്നെയാണ്, സപ്പോർട്ടാണ്, അതിനൊന്നും കുഴപ്പമില്ല. എന്തിനും വരയ്ക്കാൻ കൂടെ ഉണ്ടാവും. ചിത്രം വരയ്ക്കാൻ എങ്ങനെ സ്വന്തമായിട്ടാണോ അതോ ഏതെങ്കിലും ഗുരുവിന്റെ കീഴിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ? ഞാന് സ്വന്തമായിട്ട് പഠിച്ചല്ല, ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട്. പഠിക്കാൻ പോകണം തോന്നിയപ്പോ വളാഞ്ചേരി പറഞ്ഞ ഒരു വര കോളേജ് ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാൻ ആദ്യം സൺഡേ ക്ലാസ് ആയിട്ട് പഠിച്ചിരുന്നു, ഞായറാഴ്ച ക്ലാസ് ആയിട്ട് പഠിച്ചിരുന്നു. പിന്നെ അവിടെ ഒരു കോഴ്സ് ഉണ്ട് പറഞ്ഞു, KGC പറഞ്ഞൊരു കോഴ്സ്. അപ്പോൾ അങ്ങനെ 2 വർഷം പിന്നെ ആ കോഴ്സാക്കി. ഈ ഡ്രോയിങ്ങിനെ പറ്റിയിട്ടുള്ള തന്നെയാണ് KGC ഉള്ളത്. ഞാനത് പഠിച്ച് 2 വർഷം അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ BFA പറഞ്ഞ കോഴ്സ് ഉണ്ട്, അതങ്ങനെ മറ്റേ തൃശ്ശൂർ കോളേജിലാണ്, ഫൈൻ ആർട്സ് കോളേജ്. ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് തൃശ്ശൂർ കോളേജ്. ഇൻസ്റ്റഗ്രാമില് പേജൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഫ്രണ്ട്സിന്റെ ആയാലും നാട്ടുകാരുടെ ആയാലും റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? കണ്ടിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? ഇൻസ്റ്റയിലാണെങ്കിലും ആൾക്കാര് സപ്പോർട്ടിങ് ആണ്. ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, വരച്ചു തരുമോന്നൊക്കെ ചോദിക്കും. ആൾക്കാർ കുറെ ആൾക്കാർ ഫ്രീ ആയിട്ട് വരച്ചു തരുമെന്നൊക്കെ ചോദിക്കല്. ഫ്രീ ആയിട്ടല്ലേ? ഞാൻ ആ വഴിക്ക് പോവില്ല. നമുക്ക് എന്തായാലും നടപടിയാവൂല. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് വരച്ചിട്ട് ടൈം എടുത്ത് സ്പെൻഡ് ചെയ്ത് വരക്കില്ല. അപ്പൊ എങ്ങനെ ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കുക?
കാരണം ഇത്രയും നല്ല രീതിയിൽ വരച്ചെടുക്കണമെങ്കിൽ നമ്മുടെ ഭയങ്കര എഫേർട്ട് നല്ലതാണ്. കൂടുള്ളത് യദുവിന്റെ അച്ഛനാണ്. സാറിന്റെ പേരെന്താണ്? എപ്പോ മുതലാണ് യദു ഇങ്ങനെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി? 5 വയസ്സാകുമ്പോൾ ഇങ്ങനെ അവന് ചെറിയൊരു കഴിവ് ഇങ്ങനെ കണ്ടിരുന്നു, അങ്ങനെ ചെറിയൊരു വര. അപ്പൊ നമ്മളെ പ്രോത്സാഹിപ്പിച്ചെടുത്തിട്ട് നമ്മള് അവിടുന്ന് ഒരു 10 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ക്ലാസ് ഉണ്ടായിരുന്നു ഇവിടെ വളാഞ്ചേരി. അവിടെ കൊണ്ടിട്ട് ചേർത്തു, വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് ഫാമിലിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് യദുവിന്? ഉണ്ട്, നമ്മള് ഉണ്ടല്ലോ, ഫാമിലിയുടെ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ടാണ് അവനിതിന് താല്പര്യം വരാനുള്ള കാരണം, ഇതിലെത്താനുള്ള കാരണം ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടുകാരും പഞ്ചായത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പിന്നെ പഞ്ചായത്തിന്റെ ക്ലബ്ബുകളെ പരിപാടിക്കൊക്കെ പോയിട്ട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആള് പുറത്തേക്ക് എങ്ങനെ വരച്ചു കൊടുക്കാറൊക്കെ ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പരിചയപ്പെട്ടിട്ട് വരച്ചു കൊടുക്കലുണ്ട്. പിന്നെ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കണം. ഇവിടെ വളാഞ്ചേരി പഠിച്ചിരുന്നു, വരാന്ന് പറഞ്ഞ കോളേജിൽ പഠിച്ചിരുന്നു. അവിടെ 3 വർഷം കോഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നിലവിൽ കിട്ടി. ഇവിടെ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ അവിടെ 1 വർഷം കഴിഞ്ഞു. സെലിബ്രിറ്റികളുടെ ചിത്രമൊക്കെ വരച്ചിട്ട് അവർക്ക് ഇൻസ്റ്റയിൽ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിപ്പോ റീൽസിലൊക്കെ കാണും. ഇപ്പത്തെ ട്രെൻഡ് ആണല്ലോ അത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് യദുവിന് ഉണ്ടായിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഒരാള് റിപ്ലൈ വന്നിട്ടില്ല. ഞാൻ മോഹൻലാലിനെ വരച്ചിട്ട് മക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു. എന്നിട്ട് എന്തായിരുന്നു റെസ്പോൺസ്? ഉണ്ടായിട്ടുണ്ട്? റെസ്പോൺസ് ഒന്നും ഇല്ല, തിരക്കൊരാളല്ലേ. അപ്പൊ അങ്ങനെ പ്രതീക്ഷ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്തായാലും വരച്ചിട്ട് മക്കൾക്ക് അയച്ചു കൊടുക്കാം, കാണണമെങ്കിൽ. എന്തായാലും മോഹൻലാല് കാണട്ടെ. ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല, വേറെ സെലിബ്രിറ്റീസിനൊന്നും? ഉണ്ണിമുകുന്ദൻ അയച്ചു കൊടുത്തു. ഉണ്ണിമുകുന്ദൻ അയച്ചു കൊടുത്തിട്ട് റിപ്ലൈ തന്നില്ലേ? ഇപ്പൊ കോഴ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ഇയർ ആയി തൃശ്ശൂര്? 1 കൊല്ലമായിട്ടുള്ളൂ. അവിടെ എത്ര വർഷത്തെ കോഴ്സാണ്? 4 വർഷത്തെ കോഴ്സ്. അപ്പൊ എങ്ങനെ ഹോസ്റ്റലിലാണോ? ഞാൻ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. പെയിൻ ഗസ്റ്റ് ആയിട്ട് തൃശ്ശൂരാണ്. അപ്പൊ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് യദുവിന് എന്താവാൻ ആഗ്രഹം? ഇങ്ങനെ ഒരു ആവണം, വരച്ചിട്ട് ഒരു ഇതിലെത്തണം എന്നൊക്കെ ഉള്ള അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? എനിക്ക് ഡ്രോയിങ് ടീച്ചർ അങ്ങനെ സ്കൂൾ വർക്ക് ചെയ്യണം താല്പര്യം. പിള്ളേരെ പഠിപ്പിക്കാൻ ടീച്ചിങ്. പിന്നെ ഗവൺമെന്റ് ജോലി, ഗവൺമെന്റ് സ്കൂളിൽ. വീട്ടുകാരുടെ ഒക്കെ ഫോട്ടോ, ഫ്രണ്ട്സിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ വരച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു റിയാക്ഷൻ ഒക്കെ എന്തായിരുന്നു? അവർക്ക് ഭയങ്കര സന്തോഷം. അച്ഛനും അമ്മേനെയും ചേട്ടനും ഒക്കെ വരച്ചിട്ട് എന്താ അച്ഛനും അമ്മയൊക്കെ ഫസ്റ്റ് കണ്ടപ്പോ എന്താ പറഞ്ഞേ? അവര് പറഞ്ഞു നല്ല രസമുണ്ട് ചിത്രങ്ങള്, കൊള്ളാന്ന് പറഞ്ഞു. പിന്നെ അവരുടെ സന്തോഷം, നമ്മുടെ സന്തോഷം. അപ്പൊ അച്ഛനോടും യദുവിനോടൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു യദു 5 വയസ്സിൽ തന്നെ ചിത്രം വരയ്ക്കാനൊക്കെ തുടങ്ങിയെന്ന്. അപ്പൊ ഫസ്റ്റ് കണ്ടപ്പോ അമ്മേന്റെ ഒരു ഇത് എന്തായിരുന്നു? മകൻ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞപ്പോ സന്തോഷം തോന്നി. അപ്പൊ സപ്പോർട്ടായിരുന്നു? സപ്പോർട്ട് തന്നെയായിരുന്നു. ഇപ്പൊ അമ്മ വർക്കിന് പോകണുണ്ടല്ലോ, വർക്കിന് പോണടത്തൊക്കെ ചോദിക്കാറുണ്ടോ? ഇങ്ങനെ മോനെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വെച്ചിട്ട് അതൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാവർക്കും വരയ്ക്കാനുണ്ടെങ്കിൽ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മയുടെ അടുത്ത് പറയാറുണ്ടല്ലോ. പിന്നെ യദു വരച്ചു തന്നപ്പോ ചേട്ടന്റെ ഒരു ഇത് എന്തായിരുന്നു? ഫസ്റ്റ് സ്വന്തം അനിയൻ തന്റെ ഫോട്ടോ ഇങ്ങനെ വരച്ച് കൈ തരുമ്പോ ഉണ്ടായിരുന്ന ഒരു സന്തോഷം തോന്നി. അപ്പൊ ചേട്ടന് ഇങ്ങനെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ അനിയനെ പറ്റിട്ടൊക്കെ അങ്ങനെ പറയാറുണ്ടോ അവര്? അഭിമാനം തോന്നാറുണ്ടോ വരച്ച കാര്യങ്ങളൊക്കെ? ഇനി ഇൻസ്റ്റയില് ഇതൊക്കെ വരച്ചപ്പോ ഇതൊക്കെ കാണുമ്പോ അപ്പൊ എന്റെ അനിയനാണെന്ന് പറയുമ്പോ ഒരു ഭയങ്കര ഒരു അഭിമാനം. ചിത്രവര അല്ലാതെ യദുവിന് വേറെ എന്തിനോടെങ്കിലും കൂടുതൽ താല്പര്യമുണ്ടോ? ഈ സിനിമയിലെ ഒരാഗ്രഹം നടനുള്ളിൽ ഉറക്കി കിടക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ ടിക്ടോക്ക് ഒക്കെ ചെയ്യില്ലേ ബ്രദറിന്റെ കൂടെ. ഇപ്പൊ ചെയ്യാറുണ്ടോ ഇൻസ്റ്റാഗ്രാമില്? ഇപ്പൊ ചെയ്യാറില്ല. വീഡിയോസ് ഒക്കെ ചെയ്ത് ഫേമസ് ആവുക അതൊക്കെ ചെയ്തിരുന്നില്ല. എന്തായാലും ഇപ്പൊ അടുത്ത് ഞങ്ങൾക്കൊരു ബിഗ് സ്ക്രീൻ യദുവിനെ കാണാൻ പറ്റട്ടെ.
യദുകൃഷ്ണന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് ഞങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് ഇതേപോലെ ചിത്രങ്ങൾ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ എന്തായാലും യദുകൃഷ്ണന്റെ നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നവരേക്കും സൈനിങ് ഓഫ്.